ഇനി പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ അവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ്. സീറ്റ് നൽകാത്തതിലെ പ്രതിഷേധത്തെ തുടർന്നാണ് മുസ്ലിം ലീഗ് മത്സരത്തിന് ഇറങ്ങിയത്. മുസ്ലിം ലീഗ് പുറത്താക്കിയവരാണ് മത്സരിക്കുന്നത് എന്ന് ആരോപണമുണ്ട്. അതേസമയം ദേശീയ പ്രസിഡന്റിന്റെ അനുമതിയോടെ കോണിച്ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് ലീഗ് സ്ഥാനാർത്ഥിയായ സമീൽ. കോൺഗ്രസിന് വോട്ട് തേടി മുനവർ അലി ശിഹാബ് തങ്ങൾ ഇന്ന് മാഹിയിൽ എത്തുകയും ചെയ്യും. നിഖിൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. 40 വർഷത്തെ അവഗണനയ്ക്കൊടുവിൽ സീറ്റ് വേണമെന്നുള്ള ഒരു ആവശ്യമൊക്കെ ഉന്നയിച്ചിരുന്നു. ദേശീയ നേതൃത്വം ഒടുവിൽ ഈ വിഷയത്തിൽ ഇടപെട്ടു. പക്ഷേ അതിലൊന്നും വഴങ്ങിയില്ല. ഒടുവിൽ ഒരു മുന്നണിയിലെ 2 പേർ തമ്മിൽ നേർക്കുനേർ പോരാട്ടം. വിവരങ്ങൾ. സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും കേരളത്തിൽ മാത്രമല്ല രാഷ്ട്രീയ കൗതുകങ്ങൾ ഉള്ളത്. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലും വലിയ കൗതുകമാണ് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ പുതുച്ചേരിയിൽ NDAക്കെതിരെ DMKയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിലുള്ള പാർട്ടികളാണ് CPIM-ഉം മുസ്ലിം ലീഗും കോൺഗ്രസും CPI-യും എല്ലാം തന്നെ. ഈ മാഹിയിൽ പ്രത്യേക സാഹചര്യമാണ്. അവിടെ CPIM-ന്റെ പിന്തുണയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്, മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥിയുണ്ട്. കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന് അവിടുത്തെ സിറ്റിംഗ് MLA ആയ രമേശ് പറമ്പത്തും മത്സരിക്കുന്നുണ്ട്. ഈ മുസ്ലിം ലീഗും കോൺഗ്രസും മുഖാമുഖം വരുന്നു ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എന്നുള്ളത് തന്നെയാണ് മാഹിയിലെ വളരെ കൗതുകകരമായ കാര്യം. അതിന്റെ സാഹചര്യം നേരത്തെ സേതു പറഞ്ഞതുപോലെ ഈ 2 വിഭാഗങ്ങളായി മാറി അവിടുത്തെ മുസ്ലിം ലീഗ് എന്നുള്ളതാണ് നിലവിൽ അത് രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ അതിന്റെ കാരണമായി പറയുന്നത് കഴിഞ്ഞ 40-ലേറെ വർഷമായി മാഹിയിലും ഈ പുതുച്ചേരിയിലാകെയും കോൺഗ്രസിന് വലിയ പിന്തുണ നൽകുന്നുണ്ട് മുസ്ലിം ലീഗ്. പക്ഷേ ഒരിക്കൽ പോലും ഒരു MLA സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിൽ നിന്ന് ഒരാളെ വരാനുള്ള സാഹചര്യം കോൺഗ്രസ് ഒരുക്കിയില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ പുതുച്ചേരി സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം വിമർശനം. അതിലുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് ഇത്തവണ മുഹമ്മദ് സമീൽ എന്ന സ്ഥാനാർത്ഥി അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ മുഹമ്മദ് സമീൽ ഉൾപ്പെടെയുള്ള ആളുകൾ ലീഗിന്റെ ഏണി ചിഹ്നം അത് മോഷ്ടിച്ചെടുത്താണ് മത്സരിക്കുന്നത് എന്നതടക്കം ഒരു വിഭാഗം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ കേരള ഘടകത്തിന്റെ ഒക്കെ ഇടപെടൽ അക്കാര്യത്തിൽ വന്നത് ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവരാണ് എന്ന രീതിയിലാണ്. പക്ഷേ ഈ മുഹമ്മദ് സമീലും ഒപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ, പുതുച്ചേരി സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ദേശീയ അധ്യക്ഷൻ ഖാദർ മൊയ്തീന്റെ ഒപ്പോടുകൂടിയാണ് ഈ സമീൽ നാമനിർദ്ദേശ പത്രിക നൽകിയത്. അതുകൊണ്ട് സമീൽ തന്നെയാണ് അവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി, ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത്. ഏതായാലും പുതുച്ചേരിയിൽ 30 മണ്ഡലങ്ങളാണുള്ളത്. ആ 30 മണ്ഡലങ്ങളിൽ 29 ഇടത്തും മുസ്ലിം ലീഗിന്റെ പിന്തുണ കോൺഗ്രസിനാണെങ്കിലും മാഹിയിൽ മാത്രമാണ് കോൺഗ്രസും ലീഗും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തി അവിടെ മത്സരിക്കുന്നത്. മാഹിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മത്സരം എന്നതുകൂടി പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും 300 വോട്ടുകൾക്കാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ രമേശ് പറമ്പത്ത് ജയിച്ചിരുന്നത്. അപ്പോൾ ഇത്തവണ ലീഗിന്റെ പിന്തുണ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ എന്താകും സാഹചര്യം എന്നത് വളരെ നിർണായകമാണ്. ഏതായാലും കൗതുകകരമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന അവിടെ എങ്ങനെയാകും എന്ന കാര്യം ഇനി കാത്തിരുന്നറിയാം.